പ്രിയരെ, മഹാനടൻ ശ്രീനിവാസനോടുള്ള എല്ലാ ആദരവോടും കൂടി അദ്ദേഹം അഭിനയിച്ച സിനിമാ പേരുകളും സിനിമാ ഡയലോഗുകളും കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ലഘുനാടകം ശ്രീനിയാണ് താരം. ഹർഷാരവത്തോടു കൂടി ഞങ്ങൾക്ക് വരവേൽപ്പ് നൽകിയാലും ഞങ്ങൾ തുടങ്ങട്ടെ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി. വെറുമൊരു ബാലനായിരുന്നു എന്നെ കഥ പറയുമ്പോൾ സിനിമ ഇറങ്ങിയതിന് ശേഷം ബാർബർ ബാലൻ എന്നാണ് ഈ നാട്ടുകാർ വിളിക്കുന്നത്. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ശ്രീനിയേട്ടന്റെ ഒരു കടുത്ത ഫാനായ എനിക്ക് ഇതിൽ പരം സന്തോഷം വേറെ എന്താ ഉള്ളത്? നിങ്ങൾക്കറിയാവോ, അദ്ദേഹത്തിനോടുള്ള ആരാധന മുത്ത് ഈ വീടിന്റെ പേര് ഞാൻ ശ്രീനിവാസ് എന്നായിട്ടിരിക്കുന്നത്. ഈശ്വര, പുറത്ത് നല്ല നാടോടിക്കാറ്റുണ്ടാകുമെന്ന് ഇന്ന് ഗോളാന്തര വാർത്ത ഉണ്ടായിരുന്നു. പട്ടണ പ്രവേശത്തിന് പോയ എന്റെ മകൾ മഴയത്ത് മുമ്പേ ഇങ്ങ് വന്നാ മതിയായിരുന്നു. ഈശ്വര, എന്റെ പൊന്നുമോൾ എന്താ മോളെ ഇത്? ഇത് തേന്മാവിൻ കൊമ്പത്ത് നിന്നും കുറച്ച് കിളിച്ചുണ്ടൻ മാമ്പഴങ്ങളാണ്. എവിടെന്നാ? ഇത് അപ്പുറത്തെ സത്യനന്ദിക്കാട്ടിൽ നിന്നാണ്. നന്നായി മോളെ, നന്നായി. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാനിരിക്കുകയായിരുന്നു. എന്താണ് അച്ഛാ? ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ചെന്ന കത്ത് നീ പോസ്റ്റ് ചെയ്തിട്ടില്ല. അച്ഛൻ അതിന്റെ അഡ്രസ് എനിക്ക് പറഞ്ഞു തന്നില്ലായിരുന്നു. അയ്യോ, ഞാനത് മറന്നുപോയി മോളെ. മോൾ ഓർത്തു വെച്ചോ, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ 2nd സീറ്റ്, വെള്ളാനകൊടനാട്, മുത്താരംകുന്ന് PO. അതെ അച്ഛാ, ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ് അച്ഛാ? നിന്റെ വിവാഹത്തെ കുറിച്ച് അച്ഛനോട് എന്താണ് അച്ഛാ? നിന്റെ വിവാഹത്തെ കുറിച്ച് ഈ അച്ഛന് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് മോളെ. എനിക്കറിയാം അച്ഛാ. അതിനായി അക്കരെ നിന്നൊരു മാരനെ കണ്ടെത്തണമെന്ന് ഞാനൊരു ബ്രോക്കറെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിവാഹാലോചനകളുമായി ഇന്നിങ്ങ് എത്തും. അതെയോ അച്ഛാ? ആരായിരിക്കും അച്ഛാ എന്റെ അഴകിയ രാവണൻ? ഈശ്വരാ, ഒരു പാവം പാവം രാജകുമാരനാകണേ എന്നാ എന്റെ പ്രാർത്ഥന. അച്ഛാ, എന്താ? പക്ഷെ എനിക്കൊരു വിഷമമുണ്ട് അച്ഛാ. എന്താ മോളെ? എന്റെ കല്യാണത്തിന് എന്റെ അമ്മ ശ്യാമള ഉണ്ടാകില്ലല്ലോ. അച്ഛാ, വെറും ശ്യാമളയല്ല, ചിന്താവിഷ്ടയായ ശ്യാമള. അച്ഛാ, എന്തിനാണ് അച്ഛാ ചിന്താവിഷ്ടയായ ശ്യാമളാമ്മ നമ്മളെ കളഞ്ഞിട്ട് പോയത്? മോളെ, അവളെ ഒടുക്കത്തെ തലേണ മന്ത്രം കാരണം എന്റെ മറവത്തൂർ കനവുകൾ ചിറകൊടിഞ്ഞ കിനാക്കളായിട്ട്. അച്ഛാ, ഇങ്ങനെ വിഷമിക്കരുത് അച്ഛാ, ഇങ്ങനെ വിഷമിക്കരുത്. പോട്ടെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കഴിക്കാൻ എന്തുണ്ടടി? അച്ഛന് വേണ്ടി ഞാൻ ചോറ് രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട മീനവിയൽ ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കും. എന്താ പറഞ്ഞത്? മീനവിയൽ. നിങ്ങൾ കേട്ടോ, എന്റെ മകൾ എനിക്ക് മീനവിയൽ ഉണ്ടാക്കി തരുന്നെന്ന്. ഈ സന്തോഷത്തിന് കോഴിയെ ഓട്ടിച്ചിട്ട് 2 മുട്ട കൂടി ഇടിപ്പിക്കടി. എന്തിനാണ് അച്ഛാ കോഴിയെ ഓടിച്ചിട്ട് 2 മുട്ട ഇടിക്കുന്നത്? ശ്രീനിയേട്ടൻ സ്റ്റൈലാടി. ആണോ? കോഴിയെ ഓട്ടിച്ച് മുട്ട ഇടിപ്പിക്കുക, ചൂടുവെള്ളം ചൂടാക്കുക, ഏത്തപ്പഴം പുഴുങ്ങുക. പഠിച്ചു നിൽക്കാതെ കോഴിയെ ഓട്ടിച്ചിട്ട് പിടിക്ക് പെണ്ണേ. കോഴി വാ 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 വാ. നിർത്താൻ! അച്ഛാ, ഞാനിവിടെ ശ്രീനിയേട്ടൻ ഡയലോഗുകളും അദ്ദേഹത്തിന്റെ സിനിമകളും കാണാപ്പാടം പഠിച്ച് കണ്ണു തള്ളി പറയുമ്പോ നീ ഈ തറവാട്ടിൽ വേറെ സിനിമാ പേര് പറയുന്നോ? അങ്ങനെയല്ല, അതിലും ശ്രീനിവാസൻ ഉണ്ട്. എവിടെ? 1 അല്ല 2. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ. അതെ അച്ഛാ. ഞാൻ അറിഞ്ഞില്ല. അതെ അച്ഛാ. എന്നാ ഞാനും പറയാം. അതെ, ആരെങ്കിലും വാതിലും തുറന്നറിഞ്ഞേ, പുറത്ത് മഴ പെയ്യുന്നു, മന്ദളം കൊട്ടുന്നു. മോളെ, ഞാൻ പറഞ്ഞില്ലേ ആ ബ്രോക്കർ എന്ന് വാതില് തുറക്കടി. വാതിൽ തുറന്നിട്ടിട്ടുണ്ട്, കേറി പോന്നോളൂ. നമസ്കാരം, ഞാൻ പ്രകാശൻ. ഓ, മനസ്സിലായി. ബ്രോക്കറല്ലേ? ആ, പിന്നെ ബ്രോക്കറെ, എന്റെ മോൾക്ക് ചെക്കന്മാരൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. ആ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക. കാണിച്ചു തരാമല്ലോ. ചന്ദ്രലേഖയ്ക്ക് വേണ്ടി ചന്ദ്രലേഖയുടെ ചെക്കന്മാരെ
കാണിച്ചു തരാം. ദാ, ഇതെങ്ങനെയുണ്ട്? ഡോക്ടർ സരോജ് കുമാർ. എങ്ങനെയുണ്ട്? അച്ഛാ കണ്ടിട്ട് ഇത്തിരി ജാടയുണ്ടെന്ന് തോന്നുന്നു. അയ്യോ ഇത് വേണ്ട, ഭയങ്കര ജാടയാ. കല്യാണ ആൽബത്തിൽ അവന്റെ മുഖം അവന്റെ ഫിഗർ, അവന്റെ മുഖം അവന്റെ ഫിഗർ, അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. ഇത് നോക്ക്, തളത്തിൽ ദിനേശൻ എങ്ങനെയുണ്ട്? കണ്ടാ തന്നെ അറിയാം ഒരു സംശയ രോഗിയാണെന്ന്. അവന്റെ വടക്ക് നോക്കി യന്ത്രം ഈ കുടുംബത്ത് വേളത്തില്ല. അത് മാത്രമല്ല, ഫോട്ടോ എടുക്കുമ്പോ ഇങ്ങനെ എത്തി നോക്കുകയും ചെയ്യും. ആ, പിന്നെ എന്റെ തലയ്ക്കടി കിട്ടുമോ എന്നുള്ളൊരു ഭയം കൂടി ഉള്ളതുകൊണ്ട് ആ കല്യാണം വേണ്ട. അല്ല, വേണ്ടെങ്കിൽ വേണ്ട. എന്നാ വേറൊരു പയ്യനുണ്ട്, അങ്ങ് ഗൾഫിലാണ്, ക്യൂബ മുകുന്ദൻ. എങ്ങനെയുണ്ട്? തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായിട്ട് എന്റെ മോളി വീട്ടിലിരിക്കേണ്ടി വരും. അതുകൊണ്ട് അത് നടക്കില്ല. എന്തുകൊണ്ട്? ഗൾഫുകാരൻ പയ്യൻ വേണ്ടാന്ന്. ഓ, എന്നാ വേറെ ചെറുക്കനുണ്ട്, ആ പ്രഭാകരൻ. അല്പ രാഷ്ട്രീയമൊക്കെ ഉണ്ട്, സന്ദേശവും പറയും. ബ്രോക്കറിങ് വന്നേ. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരവും മിണ്ടാതിരിക്കാൻ ഈ തറവാട്ടിൽ ആർക്കും പറ്റില്ല. അതുകൊണ്ട് ആ ചെക്കൻ വേണ്ട. ഓ, പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു സാധാരണ പയ്യൻ മതിയോ? ഓ അയ്യോ, സാധാരണ പയ്യൻ മതി. ഞാൻ പറഞ്ഞില്ലേ ഒരു പാവം രാജകുമാരൻ വേണമെന്ന്. അങ്ങനെ ഒരാളെ നോക്ക്. ഒരു പയ്യനുണ്ട്, ഭാസ്കരൻ. പൊന്മുട്ട ഇടുന്ന താറാവാണ്. ഇത് മതി, ഇത് ഫിക്സ്. ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില വെച്ച് നോക്കുമ്പോ ഈ ചെറുക്കൻ നമ്മളെ കുടുംബത്തിന് ഒരു അസറ്റ് ആയിരിക്കും. പിന്നെ എന്റെ മോക്ക് 10 പവന്റെ ഒരു സ്വർണ്ണ നെക്ലസും കിട്ടും. അപ്പൊ എങ്ങനെയാണ് കല്യാണം നടത്താനുള്ള പ്ലാൻ? മിഥുനത്തിൽ കല്യാണം. ഓക്കെ, അപ്പൊ സദ്യയൊക്കെ? സത്യ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക. ഓ, എല്ലാം പവിത്രമായ സ്ഥിതിക്ക് എനിക്ക് ബ്രോക്കറോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ബ്രോക്കറുടെ മകൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അയാൾ കഥ എഴുതുകയാണ്. ഏത് കഥ? അറബിക് കഥ. അപ്പോ നന്ദി, വീണ്ടും വരിക. തന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പൊ ഞാൻ ചെറുക്കനെ കൊണ്ട് വരാം. ഓക്കെ. അച്ഛാ, എന്താ മോളെ? നമുക്ക് എന്തുകൊണ്ട് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ല? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാ. ദാസനോ? അല്ല അച്ഛാ. അച്ഛനോ? അല്ല മോളെ. ശരിയാണ് അച്ഛാ. അപ്പോ ഈ കല്യാണം എല്ലാവരും ചേർന്ന് മംഗളമായിട്ട് നമ്മൾ നടത്തുന്നു. ഒരിക്കലും നടക്കില്ല. ആരാ മോളെ അത്? അയ്യോ അയ്യോ, ആരാ മോളെ അത്? അച്ഛാ, അത് 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 ദാസക്കുട്ടിക്കാരൻ. അല്ല, കാരക്കുട്ടി ദാസൻ. ആരെക്കൂട്ടി ആര്? കാരക്കുട്ടി ദാസൻ. നിന്റെ മുറച്ചെറുക്കനോ? എന്റെ മുറച്ചെറുക്കൻ. ഈശ്വരാ. അയ്യോ, നമ്മുടെ കല്യാണം മുടക്കാൻ വരുന്നു. നഗരഭാരതി നടുവിലായല്ലോ ഞാൻ. അയ്യോ, ഓടരുതമ്മാവാ, ആളറിയാം. എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ ഈ കല്യാണം നടത്തിയാൽ നിങ്ങൾ രണ്ടുപേരും ഈ വീടും ദിം തരികിടത്തും. ഒരു നാൾ വരും എന്ന് കരുതിയില്ല അല്ലേ? നിന്നോട് ആര് പറഞ്ഞടാ എന്റെ മകളെ കയറി പ്രേമിക്കാൻ? ആഹാ, അതെ, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നോട് സ്നേഹം കാണിക്കാൻ? എന്തിനാണ് എന്നോട് 1+1 കിന്നരം കാണിച്ചോണ്ട് വരുന്നത്? സൂര്യനോട് സമ്മതം ചോദിച്ചിട്ടല്ല താമര വിരിയുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യരെ ഗുരുവായി കൽപ്പിച്ചത് അങ്ങനെയുള്ള സമ്മതം ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് പരമപ്രധാനമായ വികാരം. ഇന്ന് സന്ദേശം പറയാതെ ഇറങ്ങി പോടാ. ഇത് സ്നേഹമാണ്. ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ ഈ ഭൂലോകത്ത് ഒരാളുടെ സമ്മതം ആവശ്യമില്ല. ഇന്ന് സന്ദേശം പറയാതെ ഇറങ്ങി പോടാ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളെ ഒരു സഹോദരനെ പോലെയാണ് കാണുന്നത്. ഇതാണ് കാണാൻ കൊള്ളൂലാത്ത ആണുങ്ങളെ കാണുമ്പോ സഹോദരൻ എന്ന് പറഞ്ഞ സ്നേഹിക്കലാണ് പെണ്ണുങ്ങളുടെ സ്ഥിരം പരിപാടി. ഇറങ്ങി പോടാ ഇവിടെ നിന്ന്. എന്നാലും എന്നോടത് വേണ്ടായിരുന്നു. നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കാൻ എന്ത് യോഗ്യത വേണമെന്നാ നിങ്ങൾ പറയുന്നത്? എടാ, തികഞ്ഞൊരു ശ്രീനിവാസൻ ആരാധകന് മാത്രമേ എന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കൂ. അതിന് നിങ്ങൾ ശ്രീനിവാസൻ ആരാധകൻ അല്ലല്ലോ. ആര് പറഞ്ഞാ ഞാൻ ശ്രീനിവാസൻ ആരാധകനല്ല? ആര് പറഞ്ഞതാ? ശ്രീനിവാസൻ സാർ നമ്മളെ വിട്ടു പോയപ്പോ നിങ്ങൾ അന്ന് നിങ്ങളെ ബാർബർ ഷോപ്പ് തുറന്ന് മുടി വെട്ടിയില്ലേ? ആര് പറഞ്ഞടാ ശ്രീനിയേട്ടൻ നമ്മളെ വിട്ടു പോയെന്ന്? അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്ന കഥാപാത്രങ്ങൾ നമ്മക്കിടയിൽ ജീവിക്കുന്നിടത്തോളം കാലം ശ്രീനിയേട്ടൻ നമ്മളെ വിട്ടു പോവില്ലടാ. അദ്ദേഹത്തിന്റെ കഥയും കഥാപാത്രങ്ങളും മലയാളിയുടെ മനസ്സിലുള്ളിടത്തോളം കാലം ശ്രീനിയേട്ടനും മരണമില്ലടാ. ശ്രീനിയേട്ടനും മരണമില്ല. അദ്ദേഹം ജീവിക്കോടാ മലയാളിയുടെ മനസ്സിൽ. ശ്രീനിയാണടാ താരം. പവിഴം പോലെ തിളങ്ങി നിന്ന് ശ്രീനിയേട്ടൻ, തിരക്കഥയിൽ മിന്നി നിന്ന് ശ്രീനിവാസൻ, കഥകളും അഭിനയോ രണ്ടും കൂടി ചേർന്നപ്പോൾ സിനിമ സുന്ദരം.
തിരക്കഥയിൽ പൊങ്ങി വന്ന ശ്രീനിവാസൻ, ജനമനസ് ഏറ്റെടുത്ത ശ്രീനിയേട്ടൻ, കഥകളായി ചിരികളായി ശ്രീനി സ്ക്രീനിൽ വന്നതോടെ സിനിമ സുന്ദരം. ശ്രീനി സ്ക്രീനിൽ വന്നതോടെ സിനിമ സുന്ദരം. ശ്രീനി സ്ക്രീനിൽ വന്നതോടെ സിനിമ സുന്ദരം.